ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. ഇതാ ഇപ്പോൾ സമയം രാവിലെ 5:30 കേട്ടോ. ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ് ഓണത്തിന് വേണ്ടിയിട്ട്. ഇതാ പാറക്കുട്ടി ഇവിടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പോവാണ്. എന്താ പെട്ടെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ആദ്യം പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ ഓണമല്ലേ, അപ്പോൾ പിന്നെ നാട്ടിൽ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. 2 ദിവസത്തെ സ്കൂൾ ലീവ് എടുത്തു പാറക്കുട്ടിക്ക്. ഇവിടെ ഓണത്തിന് ലീവില്ല, അപ്പോൾ 2 ദിവസം സ്കൂൾ ലീവ് എടുത്തു. ഒരു നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ക്ലൈമറ്റൊക്കെ നല്ലതാണെങ്കിൽ എന്തായാലും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് പോകണം. അപ്പം അധികവും നമ്മൾ ആനേനെയൊക്കെ കാണലുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിലോ, അപ്പോൾ രസകരമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, പിന്നെ നമ്മൾ പോകുന്ന വഴികളും കഴിക്കുന്ന ഭക്ഷണ ഹോട്ടലുകളും ഒക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണേ, കാറിലോട്ട് കയറുകയാണ്. സമയം 5:30. ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഇവിടെ എന്തൊക്കെയോ ഗണേശോത്സവത്തിന് എന്തൊക്കെയോ പരിപാടികളാണെന്ന് തോന്നിട്ടു. നമ്മളെ വീട്ടിൽ നിന്ന് ഇത് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. റോഡിലൊക്കെ നിറയെ ഇപ്പോൾ ഇത് സമയം 6 മണി കഴിഞ്ഞ് നമ്മൾ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാൻ പോവാ അല്ലേ ജിബി? യെസ്, അടിപൊളി റോഡാട്ടോ ഇത്. നല്ല സുഖമായിട്ടില്ലേ പോവാൻ. ഇതിലൂടെ ബൈക്കൊന്നും പോകില്ലല്ലേ? ബൈക്ക് 2 വീലറും 3 വീലറും പോകില്ല. നല്ല സുഖമാണ് ഇതിൽ പോവാൻ. 3 വീലറും പോകൂലേ? 2 വീലറും 3 വീലറും ഇല്ല. ഓക്കെ. കാറ് അങ്ങനത്തെ സംഭവങ്ങള്, ബസ് എല്ലാം ഒക്കെ അല്ലേ? 4 വീലറുണ്ട്. അടിപൊളി റോഡാട്ടോ. ഇതിലെ പോവാൻ നല്ല സുഖം. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നല്ല മലകളും അല്ലേ, നല്ല വ്യൂ കിട്ടും. നമ്മൾ 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ആരക്കുട്ടി ഉറങ്ങിപ്പോയി. നല്ല അടിപൊളി മലകളാട്ടോ, നല്ല ഭംഗിയാണ്. നല്ല കിടില വ്യൂ. ചെറിയൊരു കോടയുണ്ടല്ലേ, ചെറിയൊരു കോടയുണ്ട് ഫുൾ. ഇന്നലെ രാത്രിയൊക്കെ ബാംഗ്ലൂർ മഴയായിരുന്നു. പ്രതീക്ഷിക്കാണ്ട് ഉച്ചയ്ക്ക് പെട്ടെന്നൊരു മഴ പെയ്യും. പിന്നെ ബാംഗ്ലൂരായിട്ട് നമുക്ക് പറയാനും പറ്റില്ലല്ലേ, പെട്ടെന്നായിരിക്കും മഴ. കേട്ടോ മലകള്. നമ്മുടെ 2ാമത്തെ ടോൾ ഗേറ്റ് അല്ലേ? എത്ര എണ്ണം ഉണ്ട് ടോട്ടല്? കോഴിക്കോട് വഴിയാകുമ്പോൾ ഒരു 2 കൂടെ നോക്കാം എത്ര ഉണ്ട്. ഇപ്പം സമയം 7 മണിയായേ. എന്നിട്ടും ക്ലൈമറ്റ് കണ്ടോ, ഇന്ന് ഫുള്ള് മഴക്കാറാണ്. നമ്മളിപ്പോൾ മൈസൂർ എത്തിയിരിക്കുന്നു. പാലസിന്റെ മുന്നിലൂടെയാണോ ജിബി പോവാ? പാലസിന്റെ മുന്നിലൂടെയാണോ നമ്മൾ പോവാ? നല്ല അടിപൊളി പള്ളിയല്ലേ, സെന്റ് ചർച്ച്. ഇപ്പം 7:28. മൈസൂർ എത്തി ഗൈസ്, മൈസൂർ. നമ്മൾ മൈസൂർ പാലസിന്റെ മുന്നിലൂടെയാണ് പോണത്.
ദസറ എക്സിബിഷൻ നടത്തുന്ന സ്ഥലം. ദസറ എക്സിബിഷൻ നടത്തുന്ന സ്ഥലം. അതോ ഓക്കേ. കാലിക്കറ്റിലേക്ക് 210 കിലോമീറ്റർ. സൂപ്പറല്ലേ? മേലെ മൊത്തം കോടയാണ്. മൈസൂർ പാലസ് കഴിഞ്ഞ പാടാണത്. അടിപൊളി റോഡ്. കുണ്ടൽപേട്ട് റോഡല്ലേ ഇത്? കുണ്ടൽപേട്ടിന് നമുക്ക് പൂവുണ്ടെങ്കിൽ കയറണം കേട്ടോ. നമ്മളിതാ ഹോട്ടലിലെത്തിക്കുക. ഇപ്പം നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. മൈസൂരിൽ തന്നെയുള്ള മൈസൂർ പാലസിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു ഹോട്ടലിലാട്ടോ കയറിയത്. നല്ലതാ. ജിബി മസാല ദോശ ആട്ടോ ഓർഡർ ചെയ്തേ. ഞാനിതാ ഉപ്മാവ്, പാറുവിൻ്റെ വട വരും. മസാല ദോശ അടിപൊളിയാന്ന് പറഞ്ഞേ. ഉപ്മാവ് നോക്കട്ടെ. നല്ല തേങ്ങയിലിടുന്നു. പാറുക്കുട്ടീൻ്റെ വട വന്നിട്ടോ. കുറച്ച് ടൈം എടുത്ത് പാറുവിൻ്റെ വട വരാൻ. ചൂടാണോ? ഇത് നല്ല അടിപൊളി മസാല ദോശ കേട്ടോ. ഇതിലൊരു ചോന്ന ചട്നിയൊക്കെ ഉണ്ട്, നല്ലുണ്ട്. ഉപ്മാവ് സൂപ്പറാണ്. വട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പാറു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയൂ. ചൂടാണോ? പതുക്കെ. എങ്ങനെയുണ്ട്? നല്ല മുരിഞ്ഞ വടയാ? ക്രിസ്പിയാ? ഓക്കെ. ജിബിക്ക് ഉപ്മാവ് ഇഷ്ടപ്പെട്ടോ? ഉപ്മാവ് ഇഷ്ടപ്പെട്ടോ? നല്ല ഉപ്മാവല്ലേ? കാഷ്യൂനിട്ടും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ. ബീൻസ്. ഇങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചിറങ്ങി. ഇപ്പം 8:30 അല്ലേ? നമ്മളെ ലക്ഷ്യം എവിടെയാ? ഗുണ്ടൽപേട്ട് മാർക്കറ്റിലൊന്ന് പോകണമെന്നുണ്ട്. നോക്കാം. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പൂവ് വാങ്ങണമെന്നുണ്ട്. പോകുന്നതായിരിക്കും. പാറു എഴുന്നേറ്റിട്ട് ഉള്ളതല്ലേ? പാറു ഓക്കെ ആണോ? കാർഗേരിയ സംസാരം വളരെ കുറവാണ്. ഇനി ഇവിടെ എത്ര സമയമുണ്ട് ജിബി നാട്ടിലോട്ട്? 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന ജിബി പറയുന്നത്. ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ 4 മണിക്കൂർ. ഇതാണ് നഞ്ചങ്കോട്. ഇതാണ് നഞ്ചങ്കോട്. ഞാൻ ഇവിടെ ഇരുന്ന് പണ്ട് വർക്ക് ചെയ്തു. എത്ര വർഷം മുന്നേ? 2009-10 വർക്ക് ചെയ്തു. ജിബിന്റെ പഴയ ഓർമ്മകളാണ് കഴിച്ചത് ഇതൊക്കെ. എന്തായിട്ടാ വർക്ക് ചെയ്തോ? BKC-ലാ. ഓക്കെ. നല്ല അടിപൊളി സ്ഥലം കാണുന്നുണ്ട്. കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ? ഫുള്ള് മലയും കോടയും ഇത് കണ്ടോ? നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം അല്ലേ? ആറുകുട്ടിക്ക് വയ്യുന്ന അവിടെ ഇരുന്നോട്ടെ, നമുക്ക് എടുക്കാം. അടിപൊളി സ്ഥലം. ഉണ്ടവല്ലി. സൂപ്പറായിട്ടോ കാണാൻ. നമുക്ക് സൺഫ്ലവറിന് അങ്ങോട്ട് പോവാം.
ഇവിടുന്ന് പറിച്ചിട്ടാട്ടോ എടുക്കുന്നത്. ഓറഞ്ചിന് 50 രൂപയാണ്, നമുക്ക് തന്നെ പറിച്ചിട്ടെടുക്കാൻ പറ്റും എല്ലാം. മറ്റേതിന് 150. മല്ലികേൻ്റെ വില നമ്മൾ ചോദിച്ചില്ല. ജിബി ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. നല്ല ഫ്രഷ് ഫ്ലവറാണ്. പറിച്ചെടുക്കുന്നുണ്ട്. ഈ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ആപ്പിൾ, ശ്രീനഗറിൽ നിന്ന് ആപ്പിൾ പറിച്ചെടുത്ത് ഓർമ്മയുണ്ടോ? പാറൂന് മടുത്തു ഗൈസ്. ഇവിടെയുള്ളതാ തൊട്ടടുത്തുള്ള പേരക്കേൻ്റെ അടുത്തുനിന്ന് പാറു ഇതാ പേരക്കയും മുളകും കൂടെ കഴിക്കുകയാണ്. ബസ് ബസ്. എന്താ പ്രത്യേകത? ഫ്രഷ് അല്ലേ? ഇത് ഫ്രഷ് സാധനം കേട്ടോ. പിന്നെ അവർക്ക് അറിയാലോ, നമ്മൾ കാണുന്നില്ലേ. പാരക്കുട്ടി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുക. സൂപ്പറാ. ഞങ്ങളിതാ ഗൂഗിൾ പെട്ടെന്ന് പൂവൊക്കെ പറിച്ച് വാങ്ങിച്ച് ഇപ്പം 10:30 കേട്ടോ ഇവിടുന്ന് വീട്ടിലോട്ട് വിടുന്നത്. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ പൂ പറിച്ചിട്ട് വാങ്ങിച്ചല്ലേ. നമ്മൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ആദ്യം പറഞ്ഞ കോഴിക്കോട് മാർക്കറ്റിലെ റേറ്റ് ആയിരുന്നു, അല്ലാതെ 200 രൂപയൊക്കെ ചെട്ടിക്ക് പറഞ്ഞത്. പക്ഷെ ഇവിടെ 50 രൂപ 60 രൂപ, മഞ്ഞക്ക് 150 ഒക്കെ പറയുന്നത്. എന്തായാലും അടിപൊളിയാണ്. വെള്ള നമുക്ക് കിട്ടിയിട്ടില്ല. വെള്ള ഒരു ഫ്രഷ് അല്ലാത്തതാണത്. അതല്ലേ വെള്ള ജമന്തി അല്ലേ? നമ്മള് ചെട്ടി വാങ്ങിച്ചല്ലേ, ജമന്തി വാങ്ങിച്ചില്ല. ഓക്കെ ഓക്കെ, നമുക്ക് വഴിയിൽ ഇനി ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ നേരെ നമുക്ക് നാട്ടിലോട്ട് പോകാം. രാത്രി നമുക്ക് മാർക്കറ്റ് പോയി ടൈഗർ റിസർവ്. കാട്ടിലേക്ക് കയറാം. യെസ്, നമ്മളങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പം നമ്മൾ ആനേനെ കണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ രാവിലെ തന്നെയാണ്. അങ്ങ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നേരത്തെ ആയിരിക്കും വരിക. കണ്ടില്ലേ? അപ്പൊ നമുക്ക് കണ്ടില്ലേ, നമുക്ക് ആനേനെ കാണുമോ നോക്കാം ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു 5-6 എണ്ണം അല്ലേ നിരന്ന് നിൽക്കുന്നുണ്ട്. ആനേനെ കിട്ടിയാൽ നമുക്ക് കാണാം. ആനക്ക് വരും, നമുക്ക് കുറച്ച് കുരങ്ങന്മാരെ കാണാം. അവിടെ ഒരു അരുവി എന്നല്ലേ പറയാ. ഇത് ഭംഗിയല്ലേ? ഒന്നാമത് നല്ല റൂട്ടായോണ്ട് അങ്ങനെ എന്താ പറയാ, വളഞ്ഞു പൊളഞ്ഞു പോകുന്നതല്ലല്ലോ. അങ്ങനത്തെ ആകുമ്പോ എനിക്കിങ്ങനെ കാട് ആസ്വദിക്കാൻ പറ്റാറില്ല. നല്ല കിട്ടിയ സ്ഥലം കേട്ടോ. രസാന്നറിയോ കാണാൻ. സൂപ്പർ. ഇവിടെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. നിർത്തി ഞാൻ കാണിച്ചാനെ. ഗായ്സ്, കാട് കഴിഞ്ഞു. ഇത്തവണ ഫസ്റ്റ് ടൈം നമുക്ക് ആനയെ കിട്ടിയില്ല. ഇനി കോഴിക്കോടേക്ക് 118 കിലോമീറ്റർ, മുത്തങ്ങ 6, സുൽത്താൻ ബത്തേരി 20, കൽപ്പറ്റ 45. എന്നാലും ഫസ്റ്റ് ടൈം
ആനേനെ കാണാത്തൊരു സമയം. ഞാൻ എൻ്റെ മറ്റേ ഇരിട്ടി വഴി പോകുമ്പം അങ്ങനെ കാണാറൊന്നുമില്ല. ഇതുവഴി വന്നപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതാ ഗൈസ്, വെൽക്കം ടു കേരള സ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ കേരളത്തിലെത്തിയിരിക്കുന്നു. യെസ്, കേരളത്തിനായിരിക്കും. വെൽക്കം ടു വയനാട് വൈൽഡ് സാങ്ച്വറി. എന്നാൽ വയനാട് നമുക്ക് കാണാം ആനേനെ. മുത്തങ്ങ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി മുത്തങ്ങ. ഇവിടെ കുറെ ആൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്തോണ്ട് ഇതുവരെ എവിടെയൊന്നും കയറിയിട്ടില്ലല്ലോ. ലിബിക്ക് ഒരു ഇതുണ്ട്, എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പോയാൽ അപ്പുറത്തെ ലക്ഷ്യത്തേക്ക് എത്തുക. ആ ഒരൊറ്റ ചിന്തയുള്ളൂ. വഴിയിൽ സത്യ വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല. എത്ര വേഗം അവിടെ എത്തണം എന്നിട്ട് വിളിച്ചു പറയണം, ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു. മുത്തങ്ങ ഇത് രസമല്ലേ കാണാൻ? പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ്. മുത്തങ്ങ കഴിഞ്ഞിതാ സുൽത്താൻ ബത്തേരി എത്താനായി. നമുക്കിതാ മഴ കിട്ടി. ഇതുവരെ അങ്ങനെ മഴ പെയ്തിട്ടില്ലല്ലേ, ചെറിയൊരു മഴച്ചാറ്റൽ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഇതാ നാടെത്താറാകുമ്പോഴേക്കും മഴ. ഇതാ അങ്ങനെ നമ്മള് വയനാട് കഴിഞ്ഞു. കോഴിക്കോടേക്ക് ഇതാ എത്തിയിരിക്കുന്നു. ഇത് നമ്മളെ താമരശ്ശേരി ചുരം വരുന്നത് കോഴിക്കോടാ അല്ലേ? എല്ലാരും വയനാട് ചുരം എന്ന് പറഞ്ഞിട്ട് വയനാട്ടിന്റെ പേരിലാക്കിയിട്ട് നമ്മളിതാ ചുരം തുടങ്ങി. ഇപ്പടുത്ത് മണ്ണിടിഞ്ഞ സ്ഥലം വിട്ടു. നല്ല ബ്ലോക്കാണ്. ഒരു കുരങ്ങൻ നിൽക്കുന്നു ഇവിടെ. ഇങ്ങോട്ടാ സാറേ. നല്ല അടിപൊളി വ്യൂ ആട്ടോ. കുരങ്ങന്മാര് നല്ല കോടയാണ്. കോട നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഒമ്പതാം വളവ്. ഒടുക്കത്ത് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല കേട്ടോ. അത് മേലേന്നാണ് എടുക്കല്. നമ്മള് നാലാം വളവാണിത്. ഇതാത്രേ ടീ പോയിന്റ്. കോടയാ പക്ഷെ കോട. മൂന്നാം വളവ്. ഒന്നാം അല്ലെങ്കിൽ രണ്ടാം വളവ്. പാറൂര് എപ്പ കഴിയുന്നതായിരിക്കും ആണ്. ഇവിടെ ഉണ്ടല്ലോ അവിടെയാ കയറ. നാലാം വളവില ഈ ചുരത്ത് കയറി ചായ കുടിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? ഒരു ഫീല്. കാലാവസ്ഥ കോട. ഇപ്പൊ നമ്മള് രണ്ടാം വളവിലെത്തി അല്ലേ? രണ്ട് കഴിഞ്ഞ് ഒന്നാം വളവിലേക്ക് കുറച്ച് പോകണം. അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ബാക്കിയൊക്കെ അടുത്തടുത്ത് 9 to 8 ഡിസ്റ്റൻസ് ഉണ്ട്. ചെറിയൊരു ഡിസ്റ്റൻസ്. ബാക്കിയെല്ലാം അടുപ്പിച്ചാണ്. ഇവിടെ വയനാട് കോഴിക്കോട് എത്തിയപ്പോ തന്നെ മീൻ പൊരിച്ചതിന്റെ ഒരു മണം ഇങ്ങനെ വരുമ്പോ വിശപ്പ് ഇങ്ങനെ വന്നിട്ടോ. സ്ഥലത്തൊക്കെ മണം ബിരിയാണിന്റെ മീൻ പൊരിച്ചതിന്റെ വളരെ
കേരളത്തിൽ കയറിയപ്പോൾ തന്നെ സ്മെല്ല് തുടങ്ങി. ബത്തേരിക്ക് വയനാട് ഞാൻ പറഞ്ഞ വയനാട് കോഴിക്കോട് ആയാലും പക്ഷേ മെയിനായിട്ട് ആ സ്ഥലത്ത് വൈത്തിരി നാടൻ ഭക്ഷണത്തിൻ്റെ ഒരു മണം ഏകദേശം നമ്മൾ വീടെത്താറായിട്ടോ. വീട്ടിലെത്തിയിട്ടോ അങ്ങനെ ലാസ്റ്റ് ആ ചുരം കഴിഞ്ഞപ്പോൾ ഇതാ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളി ടേസ്റ്റ് കേട്ടോ. കിടുവോ. പിന്നെ അവിടെ കാടമുട്ട കൂടിയുണ്ട്, അതും കൂടി നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിക്കുന്നില്ല, വൈകിട്ട് കഴിക്കാൻ വേണ്ടി. കുറേ ഉപ്പിലിട്ടുണ്ട് കേട്ടോ. ജിബിയതാ കഴിച്ച് കൈയൊക്കെ കഴുകി വരുന്നുണ്ട്. ഉപ്പിലിട്ടയുണ്ട്, കാടമുട്ടയുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ലാസ്റ്റ് ചുരത്തിൻ്റെ 1-ാം വളവില് അച്ഛനോട് പറഞ്ഞാൽ മതി മാറൂന്ന് ഒന്നും കൂടി വേണമെന്ന് മാങ്ങ ഇത് വാങ്ങിച്ചു, കാടമുട്ട വാങ്ങിച്ചോട്ടോ. ആ ഓക്കെ. ജിബി വാങ്ങിക്കുന്നു. അങ്ങനെയുണ്ട് പാറുകുട്ടി, സൂപ്പറാ. പാറുവിന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങൾ, പുളിയുള്ള എല്ലാം പാറുവിൻ്റെ ഫേവറേറ്റ് അല്ലേ. ഇനി നാട്ടിൽ പോയിട്ട് വേണം ഒക്കെ ചാമ്പക്കയും ഒക്കെ ഉപ്പിലിട്ട് കഴിക്കാൻ അല്ലേ. അതുപോലെ നമ്മുടെ മറ്റേ ആ ഇതിന്റെ സാധനം പേരെന്തായിരുന്നു, ബിലിമ്പി അല്ലേ, ബിലിമ്പി പുളി, അതൊക്കെ കഴിക്കാം. ജിബി എങ്ങനെയുണ്ട്? ഞങ്ങള് മുഖവൂരെത്തി, ജിബിന്റെ മുഖവൂരെത്തിയിരിക്കുന്നു. സ്വതവേ നമുക്ക് അവിടെ ചുരത്തിന്റെ അടുത്തൊന്നും ബ്ലോക്ക് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 2-3 ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി. ഇപ്പൊ എത്തും, ഒരു 2 മിനിറ്റ് കൊണ്ട് വീട്ടിൽ കയറുന്നതായിരിക്കും. ആറ് ഉറക്കാണ്. ജിബിന്റെ വീട്ടിന്റെ അടുത്തൊരു കുട്ടി ഹോട്ടലാണ് മുഖവൂർ. എല്ലാരും നല്ല വിശന്നിരിക്കല്ലേ, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കയറുന്നൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് വീടെത്തും, സ്റ്റോപ്പിങ്. ഇതാ നമ്മളെ വീടെത്തി. അതാണ് വീട്, ഇതാണ് വീട്. അപ്പൊ നമ്മൾ വീടെത്തിട്ടോ. എനിക്ക് ഫുള്ള് വീഡിയോ അതിനുശേഷം എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും വിശന്നിട്ട് വന്നയാ. വീടെത്തി, ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. എന്തായാലും നമ്മളെ ഈ ഒരു ജേണി, ഓണത്തിന് നാട്ടിലേക്കുള്ള ഒരു ജേണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.